നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആൻസൺ മാത്യൂസ്. ഇന്ന് നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളത് ഒരു പുതിയ വാഹനമാണ്, ഒരു ഇലക്ട്രിക് വാഹനമാണ്. സാധാരണ 1-2 വാഹനങ്ങൾ ഇതിനു മുമ്പ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന E6 അല്ലെങ്കിൽ BYD E6 എന്ന് പറയുന്ന ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു 2 സെപ്പറേറ്റ് ബീമുകളാണ്. ലോ ബീമും ഹൈ ബീമും സെപ്പറേറ്റ് ആണ് വരുന്നത്. അതിൽ ലോ ബീമിൽ വരുന്ന പ്രൊജക്ടറും ഹൈ ബീമിൽ വരുന്ന ഒരു റിഫ്ലക്ടർ സെറ്റപ്പുമാണ് വരുന്നത്. രണ്ടിലും ഹാലജൻ ബൾബുകൾ തന്നെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെളിച്ചം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതിൻ്റെ 2 ബൾബുകളും ഒന്ന് റീപ്ലേസ് ചെയ്യുകയാണ്. ഇലക്ട്രിക് വാഹനമാണ്, അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ ബീമിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു HID ബൾബും ഹൈ ബീമിൽ ഒരു LED, ഇത് രണ്ടുമാണ് ഈ വാഹനത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ യൂട്യൂബിലായിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ഇതുവരെ ആരും ചെയ്തതായിട്ട് വീഡിയോയിൽ കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മളുടെ വീഡിയോ ആണ് ആദ്യമായിട്ട് ഈ ഒരു അപ്ഗ്രേഡിൽ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ വാഹനം, BYD E6. ഒരു ചൈനീസ് വാഹന നിർമ്മാതാക്കൾ കംപ്ലീറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതിൽ കാണാനായിട്ട് തന്നെ വളരെ അട്രാക്റ്റീവാണ്. അതിൻ്റെ ബ്ലൂ ഒരു ഷെയ്ഡ് കളറാണെങ്കിൽ പോലും വളരെ ഒരു അട്രാക്ഷനുള്ളൊരു കളർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടുള്ളൊരു ലൈൻ പോലുള്ള DRLും വരുന്നുണ്ട്. അപ്പോൾ ഇനി ഹെഡ്ലൈറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നാണ് നമുക്ക് അറിയാനുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിൻ്റെ അതൊരു ഡിമ്മും ബ്രൈറ്റും സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ലെക്സ് മീറ്ററൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒന്ന് മെഷർ ചെയ്താൽ എത്രത്തോളം അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടെന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു ലോ ബീം പാറ്റേൺ നമുക്ക് വിസിബിൾ ആവുന്നത്. അതിൻ്റെ ലെഫ്റ്റ് ബീമിന് ചെറിയൊരു ചെരിവുണ്ട്, അതിന് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് വരുന്നില്ല, അതങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കണ്ടതാണ് നമ്മുടെ ഇതിൻ്റെ ഹൈ ബീം വരുന്നത്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഹൈ ബീം വരുന്നത്. ലോ ബീമും ഹൈ ബീമും സെപ്പറേറ്റ് സെക്ഷനായിട്ടാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനെയും തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് നിലവിലിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ഔട്ട്പുട്ട് വരുന്നത് എന്നുള്ളത്. അത് നമ്മൾ ലെക്സ് മീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ലെക്സ് മീറ്ററിൽ കാണിക്കുന്ന ഒരു 1200 അല്ലെങ്കിൽ 1300 റേഞ്ചിലുള്ള ഒരു ഔട്ട്പുട്ടാണ് നമ്മുടെ ലോ ബീമിൽ കിട്ടുന്നത്. നമ്മുടെ ഹാലജൻ പ്രൊജക്ടറുള്ള ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 1300 ലെക്സസ് ആണ്. അപ്പോൾ ഇനി ഹൈ ബീമിൽ എന്ത് കിട്ടുന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഒരു 3900 ലെക്സസ്, ഒരു വളരെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് ഇപ്പോൾ ഇതിൻ്റെ ഹൈ ബീമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇനി അതിൻ്റെ ബൾബ് അപ്ഗ്രേഡിലേക്ക് പോകാം. നിലവിലുള്ള ബൾബിനൊന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ ബോണറ്റ് തുറന്നു കഴിയുമ്പോൾ കാണുന്നത് ഈ ഒരു രീതിയിലാണ്. സാധാരണ വാഹനങ്ങൾക്ക് നോക്കുമ്പോൾ അകത്ത് വലിയ ഒരുപാട് എഞ്ചിനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാനുണ്ട്. ഇതിനകത്ത് നോക്കുമ്പോൾ ഒരു സ്യൂട്ട് കേസ് പോലുള്ളൊരു സംഗതിയാണ്. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ മെയിൻ ഒരു കൺട്രോൾ സെക്ഷൻ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ അകത്ത് ബോണറ്റിൻ്റെ അകത്ത് കാണുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ചേഞ്ച് ചെയ്യാനുള്ള 2 ബൾബുകളാണ്, ലോ ബീമും ഹൈ ബീമുമാണ് നമുക്ക് സെപ്പറേറ്റ് ചേഞ്ച് ചെയ്യാനുള്ളത്. നമ്മുടെ ലോ ബീമിൽ വരുന്ന ഒരു H7 ബൾബാണ്, ഒരു H7ൻ്റെ ഹാലജൻ ബൾബാണ്. 55 വാട്ട് പവറുള്ള ഒരു ഹാലജൻ ബൾബാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ ഒരു ബൾബാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. നമ്മളിവിടെ HID ബൾബാണ്, ലോ ബീം പ്രൊജക്ടർ ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു HID ബൾബാണ് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ HID ബൾബ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്കിലുള്ള കവറിന് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വയർ പുറത്തേക്കും പോകാനായിട്ടൊരു വാഷ് റോഡ് കൂടിയാണ് വരുന്നത്. അത് കറക്റ്റായിട്ട് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് പൊടിയോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും കയറാതിരിക്കാനായിട്ടുള്ള കറക്റ്റ് ഒരു സീലിംഗ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേഫാണ്. കാരണം പുറമേ നിന്ന് അകത്തേക്ക് ഈ എഞ്ചിൻ റൂമിൽ വരുന്ന പൊടിയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രസൻസോ ഒന്നും നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ അകത്തേക്ക് വരാതിരിക്കാനുള്ള ഒരു സേഫ്റ്റി വാൽവാണ് അല്ലെങ്കിൽ സേഫ്റ്റി വാഷറാണ് ഈ ഒരു HID സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന LED ബൾബ്. നമ്മളിതിൻ്റെ ഹൈ ബീമിലേക്ക് ആഡ് ചെയ്യുന്ന LED ബൾബാണിത്. 45 വാട്ട് LED ആണ് നമ്മളിതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇത് നമ്മളുടെ 55 വാട്ട് ഒരു ക്യാൻവസ് എനേബിൾഡ് ആയിട്ടുള്ള HID ബാലസ്റ്റാണ്. നമ്മുടെ HID ബൾബിന് വേണ്ടിയിട്ട് നമുക്കൊരു ബാലസ്റ്റ് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇവിടെ ഇതൊരു നമ്മൾ ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ നമ്മളൊരു ക്യാൻവസ് എനേബിൾഡ് ആയിട്ടുള്ള ബാലസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതതിൻ്റെ സൈഡിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഇപ്പോഴുള്ള ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്ത് രീതിയിലുള്ള ചേഞ്ചാണ് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ ലോ ബീം ഓണാക്കി കഴിഞ്ഞാൽ വരുന്നത് ഒരു 1200 ഉണ്ടായിരുന്നത് ഒരു 2500 ലെക്സസിലേക്ക് ചേഞ്ച് വന്നിരിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ മെഷർ ചെയ്യുന്നത്. രണ്ടിലും ഒരേപോലെ ഒരേ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 1200 ഉണ്ടായിരുന്നത് നമുക്കൊരു 2500ലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിലുള്ളൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. എങ്കിൽ കൂടി അതിൻ്റെ അകത്ത് ചെറിയ ബ്ലാക്ക് സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്മളിതിൻ്റെ ഹൈ ബീമാണ്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു 2500 ആണ് ഇനിഷ്യലി ഉണ്ടായിരുന്നത്. അത് ഒരു 6000 ലെക്സസിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അവിടെ നല്ലൊരു കൺസിഡറബിൾ വേരിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. 2500 എന്ന് പറയുന്നത് ഒരു 6000 ലെക്സസിലേക്ക് വേരിയേഷൻ വരിക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വാഹനത്തിൽ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് ഡ്രൈവ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം വാഹനം പകലാണ് ഇവിടെ വന്നിരുന്നത്. പകൽ തന്നെ അതിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ നൈറ്റ് ഡ്രൈവ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല.
അപ്പോൾ ഈ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വാഹനവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.